കുട്ടികൾ നമ്മൾ മുതിർന്നവരോടൊപ്പം എല്ലാ കാര്യത്തിലും കൂടാറില്ലേ വീടുകളിൽ? അവർ അമ്മമാർ കുക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുമ്പോൾ, തുണി കഴുകുമ്പോൾ, അല്ലെങ്കിൽ ചെടി നനയ്ക്കുമ്പോൾ എല്ലാം അവർക്ക് കൂടെ കൂടണം, അല്ലെങ്കിൽ എല്ലാം അതുപോലെ ചെയ്യണമെന്ന് വാശി പിടിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിക്കാൻ, അല്ലെങ്കിൽ അവർക്ക് ക്രിയേറ്റീവായിട്ട് എന്താണ് അവരുടെ കഴിവെന്ന് അറിഞ്ഞിട്ട് അത് ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ്. കാരണം അവർ ചെറിയ കുട്ടികളാണ്, അല്ലെങ്കിൽ അവർ ചെറിയൊരു പ്രായമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി എങ്ങനെ കൂട്ടാം എന്നുള്ളത് എന്താണ് വളരെ രസകരമായൊരു ടോപ്പിക്കാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ ടോപ്പിക്ക്, കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി എങ്ങനെ കൂട്ടാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുട്ടികളെ നമ്മൾ ചെയ്യുന്ന എല്ലാ ജോലികളോടൊപ്പം കൂടെ കൂട്ടുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അവരെ അവരോട് നെഗറ്റീവ് രീതിയിൽ അവരെ ഒഴിവാക്കുകയോ, അല്ലെങ്കിൽ നീ നിൻ്റെ പണി ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അവരെ നമ്മളോടൊപ്പം നിർത്താതിരിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കുട്ടികളെ ക്യൂരിയോസിറ്റി ഉള്ളവരായിരിക്കുക, അല്ലെങ്കിൽ അവർക്ക് കുറേ ഗുണപാഠ കഥകൾ അല്ലെങ്കിൽ ന്യൂ ടോപ്പിക്സ് പറയുക. അങ്ങനെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ അവർ നമ്മളോടൊപ്പം ഉള്ള ടൈമിൽ നമ്മൾ അവരോട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ബാലരമ, പൂമ്പാറ്റ, അങ്ങനെയൊക്കെ ഒരുപാട് ബുക്സൊക്കെ നമുക്ക് വായിക്കാൻ കിട്ടിയിരുന്നു. അപ്പോൾ അതിൽ പല കഥകളും അവസാനം ഗുണപാഠ കഥകളും തന്നെയാണ് അതിൻ്റെ ഹെഡിങ്. വായിച്ചു കഴിയുമ്പോൾ അതിൽ എന്തെങ്കിലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു പാഠം നമുക്ക് അതിൽ നിന്ന് കിട്ടും. അല്ലെങ്കിൽ പഴയ ചിത്രകഥകളുണ്ട്. ചിത്രകഥകളിൽ അതിൽ പിക്ചറും അതിനോടൊപ്പം തന്നെ കഥകളുമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ പണ്ട് വായിച്ചിരുന്ന അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ആ കഥകൾ അല്ലെങ്കിൽ ആ പിക്ചറുകളൊക്കെ കാണുമ്പോൾ തന്നെ അവർക്ക് വളരെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കാൻ നമുക്ക് പറ്റും. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് അവരെ ഒപ്പം കൂടെ കൂട്ടാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇതുപോലെ ചെയ്യുമ്പോൾ അവർക്ക് ആ ഒരു ക്യൂരിയോസിറ്റി തോന്നും. ഇത് എന്താണ് ഇങ്ങനെ അങ്ങനെ അവരൊരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതുപോലെ തന്നെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനോടൊപ്പം കുട്ടി കൂടിയാൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവർ ചെയ്തോട്ടെ, നമ്മൾ അതിനെ വിലക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൊച്ചു കുട്ടികളാണ്. ഇപ്പം നമ്മൾ കുക്ക് ചെയ്യാൻ പോകുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് ഗോതമ്പ് മാവ് അതെടുത്ത് കുഴയ്ക്കാൻ അവർക്ക് വേറൊരു പാത്രത്തിൽ കുറച്ച് വെച്ച് കൊടുക്കാം. അവരുടെ ഇഷ്ടം പോലെ അവർ ചെയ്യട്ടെ എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവരെന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവരിൽ ഒരു ക്യാപ്പബിലിറ്റി ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതാണ്. അല്ലെങ്കിൽ നോ പറയാതെ നീ ചെയ്തോ, നിൻ്റെ ഇഷ്ടത്തിന് നീ ചെയ്തോ എന്നുള്ള. പിന്നെ ഒരുപാട് മിസ്റ്റേക്കുകൾ വരുമ്പോൾ മാത്രം നമ്മൾ അതിനെ ഒന്ന് വഴക്ക് പറയാതെ അതിനൊന്ന് ജസ്റ്റ് ഒന്ന് ഗൈഡൻസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ കുട്ടികളെ കൂടെ കൂട്ടുമ്പോൾ അവർക്കുള്ള ആ ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ അവരെ ക്യാപ്പബിലിറ്റി ഇതൊക്കെ ഈ ഒരു കഴിവുകളൊക്കെ നമുക്ക് അവരിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെ കുട്ടികളുടെ ക്യൂരിയോസിറ്റി കൂട്ടാം എന്നുള്ളതിൻ്റെ ഫസ്റ്റ് പോയിന്റ് കുട്ടികളോട് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളതാണ്. അതായത് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ കാണും, അല്ലെങ്കിൽ നമ്മളോട് പറയാൻ കാണും. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം അവർ പറയുമ്പോൾ നീ പറയണ്ട, ഞാൻ പറഞ്ഞു തരാം എന്ന് അങ്ങോട്ട് പറയാതെ അവരെ സംസാരിക്കാൻ അനുവദിക്കുക. അത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം അവരോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അല്ലെങ്കിൽ അവർക്ക് അവരുടെ മനസ്സിലുള്ളത് പറയാനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് എക്സ്പ്രസ് ചെയ്യേണ്ടതൊക്കെ ചെയ്യും. അവരുടെ ലാംഗ്വേജിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടും. അപ്പോൾ അത് അവരുടെ ക്രിയേറ്റിവിറ്റി കൂട്ടാൻ വളരെ നല്ലൊരു വഴിയാണ്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് അവരുടെ താല്പര്യങ്ങളെ അല്ലെങ്കിൽ അവരുടെ കഴിവുകളെ അല്ലെങ്കിൽ അഭിരുചികളെ നമ്മൾ ശരിക്കും മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ കുട്ടികളും ഒരുപോലെ അല്ല. ചില കുട്ടികൾ നന്നായിട്ട് പാടും, ചിലർ നന്നായിട്ട് പിക്ചർ വരയ്ക്കും, ചിലർ നന്നായിട്ട് കഥ, അതായത് ടോക്കറ്റീവ് ആയിരിക്കും. അപ്പോൾ അവർക്ക് നന്നായിട്ട് സംസാരിക്കാനുള്ളൊരു കഴിവ് കാണും. അല്ലെങ്കിൽ പഠിക്കാൻ മോശമാണെങ്കിൽ പോലും വളരെ നന്നായിട്ട് ഒരു വിഷയം കൊടുത്താൽ അല്ലെങ്കിൽ അത് പഠിച്ച് പറഞ്ഞാൽ വളരെ എക്സ്പ്രഷനായിട്ട് അല്ലെങ്കിൽ ആ എക്സ്പ്രസീവായിട്ട് അവർക്കത് പ്രകടിപ്പിക്കാനുള്ളൊരു കഴിവ് കാണും. അപ്പം നമ്മൾ കുട്ടികളിൽ എന്താണ് കുട്ടിയുടെ കഴിവ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് അവനെ നിരുത്സാഹപ്പെടുത്താതെ നമ്മൾ അവനെ എന്ത് ചെയ്യണം, മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ചെറിയ കുട്ടികളാണ്, അവർക്ക് മിസ്റ്റേക്ക് വരാം, സാരയില്ല മോനെ അല്ലെങ്കിൽ സാരയില്ല മോളെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവരെ ചേർത്ത് പിടിക്കാം. മൂന്നാമത്തെ പോയിന്റ് അവരുടെ കഴിവനുസരിച്ച് അവർക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ അല്ലെങ്കിൽ ആവശ്യമുള്ള മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ കുട്ടികളും ഞാൻ പറഞ്ഞു ഒരുപോലെ ആയിരിക്കില്ല. ഇപ്പോൾ പടം വരയ്ക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവന് പടം വരയ്ക്കാനുള്ള പേപ്പേഴ്സ് അല്ലെങ്കിൽ വാട്ടർ കളറ് അല്ലെങ്കിൽ വച്ച് വരയ്ക്കുന്ന ബോർഡ്, ക്രയോൺസ്, വാട്ടർ കളറ്, പെയിൻറ്റിങ്സ്, അവന് ഇഷ്ടമുള്ള ബ്രഷുകൾ, അവന് ഇഷ്ടമുള്ള സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കൊടുക്കാം. അപ്പോൾ എന്നിട്ട് അതുപോലെ ഉള്ള ക്ലാസ്സുകളിൽ നമുക്ക് അവനെ ഡ്രോയിങ് ക്ലാസ്സുകളിൽ കൊണ്ടാക്കാം.
അപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ അതുപോലൊരു ഒരു ഗൈഡൻസ് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ അതുപോലെ ഒരാൾ അവനെ മോട്ടിവേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അവൻ എന്താണ് വളരെ നന്നായിട്ട് അവൻ്റെ കഴിവുകൾ അവനെ എക്സ്പ്രസ് ചെയ്യാനും അത് ഡെവലപ്പ് ചെയ്യാനും സാധിക്കും. ഇപ്പോൾ നന്നായിട്ട് പാടാനും കഴിവുള്ളൊരു കുട്ടിയാണെങ്കിൽ അവന് നമുക്ക് നല്ലൊരു ടീച്ചറിൻ്റെ അടുത്ത് പാട്ട് പഠിക്കാനാക്കാം. അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് അതുപോലെ അത് ഇഷ്ടമാണെങ്കിൽ നമുക്ക് അവരിൽ എന്ത് കഴിവുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് നമുക്കത് മോട്ടിവേറ്റ് ചെയ്യാം. അതുപോലുള്ള ക്ലാസ്സസ് കൊടുക്കാം. പിന്നെ അവർക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് നമുക്ക് വാങ്ങിക്കൊടുക്കാൻ കഴിയുന്നതാണെങ്കിൽ നമുക്ക് എന്താണത് പ്രൊവൈഡ് ചെയ്യാം. അങ്ങനെയൊക്കെ നമുക്ക് അവരുടെ ക്രിയേറ്റിവിറ്റി കൂട്ടാൻ പറ്റും. അടുത്ത 4th പോയിന്റ് പരാജയങ്ങളെ അല്ലെങ്കിൽ മിസ്റ്റേക്സിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് പോസിറ്റീവായിട്ട് അവനോട് നമ്മളെപ്പോഴും സംസാരിക്കുക. ഇപ്പോൾ നന്നായിട്ട് പാട്ട് പാടുന്നൊരു കുട്ടിയാണ്, അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷന് പോയപ്പോൾ അവന് അവിടെ ഫസ്റ്റ് കിട്ടിയില്ല, 3rd കിട്ടിയത്. ആ സമയത്ത് നമ്മൾ അവനെ കുറ്റപ്പെടുത്താതെ, അല്ലെങ്കിൽ ആ കുഞ്ഞ് വിഷമിക്കുന്നത് കാണുമ്പോൾ അവനെ വളരെ പോസിറ്റീവായിട്ട് മോട്ടിവേറ്റ് ചെയ്യുക. അവൻ്റെ മിസ്റ്റേക്കായിട്ട് അതിനെ പറയാതെ എന്ത് ചെയ്യണം, സാരമില്ല മോളെ, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിരുന്നതാണല്ലോ, 3rd കിട്ടിയല്ലോ, ഇത്രയും കുട്ടികളിൽ നിനക്ക് 3rd കിട്ടിയില്ലേ, അതിൽ പോസിറ്റീവായിട്ടുണ്ടെന്നുള്ള എന്ത് ആണ് ഉണ്ടെന്ന് നോക്കിയിട്ട് ആ രീതിയിൽ കുഞ്ഞിനെ എന്താണ് നമ്മൾ ആ മിസ്റ്റേക്കിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് എന്താണ് അവനെ നമ്മൾ ആശ്വസിപ്പിക്കുക, അല്ലെങ്കിൽ അവനോട് വളരെ പോസിറ്റീവായിട്ട് നമ്മൾ അവനെ വീണ്ടും മോട്ടിവേറ്റ് ചെയ്യുക. ചില കുഞ്ഞുങ്ങൾ കോമ്പറ്റീഷനൊക്കെ പങ്കെടുത്തിട്ട് എനിക്ക് സമ്മാനമൊന്നും കിട്ടിയില്ല, അല്ലെങ്കിൽ എനിക്ക് ഫസ്റ്റ് കിട്ടിയില്ല എന്ന് വരുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളുടെ മനസ്സാണ്, അവരെന്ത് പറയും, ഇനി ഞാൻ ഒരു മത്സരത്തിനും പോകില്ല, അല്ലെങ്കിൽ ഞാൻ ഒരു കോമ്പറ്റീഷനും പോവില്ല, അല്ലെങ്കിൽ ഇതൊന്നും എന്നെക്കൊണ്ട് നടക്കുന്ന കാര്യമല്ല, ഇങ്ങനെയൊക്കെ അവർ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാരൻസ് ആണ് എന്താണ് അവരുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് അവർ തളർന്നു പോവാതെ അവരെ എൻകറേജ് ചെയ്യേണ്ടത് പാരൻസ് ആണ്. അടുത്ത 5th പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, അവരോട് നമ്മൾ കമ്പൽസറി ഒരു നിയമങ്ങളും വയ്ക്കാതിരിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നീ ഇത്ര മണിക്കൂർ നീ പാട്ട് പാടണം, അല്ലെങ്കിൽ നീ ഇത്ര മണിക്കൂർ എന്താണ് ഡ്രോയിങ് പഠിക്കാൻ പോകണം, ഇത്ര മണിക്കൂർ പടം വരയ്ക്കണം, ഇങ്ങനെയുള്ള നിബന്ധനകളൊന്നും കുഞ്ഞുങ്ങളോട് വെക്കേണ്ട കാര്യമില്ല. അവർ എന്താണ് പഠിക്കുന്ന കുട്ടികളാണ്, അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കൊണ്ടുപോകുന്ന കുട്ടികളാണ്. അപ്പോൾ അവരുടെ സമയത്ത്, അല്ലെങ്കിൽ ഈ ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറയുമ്പോൾ അവർക്കൊരു ഇഷ്ടം തോന്നണം. കുറേ ക്രയോൺസ് എടുത്ത് കൊടുത്തിട്ട് നീ ഇവിടെ ഇരുന്ന് പടം വരച്ചോ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഏകദേശം ഒരു 90% കുഞ്ഞുങ്ങൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ ഉടനെ അവിടെ ഇരുന്ന് പടം വരയ്ക്കാൻ തുടങ്ങുന്നൊന്നും തോന്നുന്നില്ല. കാരണം പടം വരയ്ക്കുക, അല്ലെങ്കിൽ പാട്ട് പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ ഇഷ്ടമുള്ള രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് അവരുടെ മൂഡിനനുസരിച്ചേ അവർ ചെയ്യുള്ളൂ. കുഞ്ഞുങ്ങളെ നമുക്ക് എന്താണ് നമ്മളെ ഇഷ്ടത്തിനൊന്നും മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവരെ പിന്നെ എപ്പോഴാണോ അവർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളത് ആ ഒരു സമയത്ത് അവർ ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ അവരെ അവരുടെ വഴിക്ക് വിടുക. കൂടുതൽ നിബന്ധനകളൊന്നും എന്താണ് നമ്മൾ വയ്ക്കാതിരിക്കുക. ഇനി ക്രിയേറ്റിവിറ്റി കൂട്ടാനുള്ള ഒരു നെക്സ്റ്റ് പോയിന്റ്, അല്ലെങ്കിൽ 6th പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, അവരെ ഗ്രൂപ്പുകളായിട്ട് എന്താണ് അവരെ ആക്ടിവിറ്റീസ് ചെയ്യാൻ അനുവദിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ക്ലാസ്സിൽ തന്നെയുള്ള ഒരു ക്ലാസ്സിൽ 50 കുട്ടികളുണ്ട്. അപ്പോൾ ടീച്ചർ 10 കുട്ടികൾ വീതമുള്ള 5 ഗ്രൂപ്പായിട്ട് അവരെ തിരിച്ചിട്ട് ഒരു ആക്ടിവിറ്റി അവർക്ക് കൊടുക്കുകയാണ് ചെയ്യാൻ. 5 ഗ്രൂപ്പ് 5 രീതിയിലായിരിക്കും അത് ചെയ്യുന്നത്. ഒരാൾ പോലും ഒരു ഗ്രൂപ്പ് ചെയ്ത പോലെ മറ്റൊരു ഗ്രൂപ്പ് ചെയ്യില്ല. കാരണം ഓരോ കുട്ടികൾ എന്താണ് ഡിഫറൻ്റ് ആണ്, അല്ലെങ്കിൽ അവരുടെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ കഴിവുകൾ എന്ന് പറയുന്നത് എന്താണ് വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ 5 ഗ്രൂപ്പിൽ 10 കുട്ടികളുണ്ടെങ്കിൽ ആ 10 കുട്ടികളുടെയും ഇഷ്ടത്തിനനുസരിച്ച്, അല്ലെങ്കിൽ അവരുടെ ഒരു കൂട്ടായ്മയിലൂടെയാണ് അവർ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികളെ എപ്പോഴും നമ്മൾ ഇതുപോലെ ഗ്രൂപ്പുകളിലാക്കി വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ അവരെ അനുവദിക്കുക എന്നുള്ളതാണ്. കാരണം ഒറ്റയ്ക്ക് അവർ ചെയ്യുന്നതിനേക്കാൾ ഒരു ഗ്രൂപ്പിലാകുമ്പോൾ ഒരുപാട് ക്രിയേറ്റിവിറ്റി കൂട്ടാൻ, അതിലൂടെ അവർക്ക് വളരെ കാര്യങ്ങൾ പരസ്പരം ഷെയർ ചെയ്യാനും പഠിക്കാനും ഒക്കെ അവർക്ക് ആ ഒരു അവസരം കിട്ടും എന്നുള്ളതാണ്. 7th പോയിന്റ് ഇമാജിനേഷൻ, കുഞ്ഞുങ്ങളിൽ ഇമാജിനേഷൻ വളർത്തുക എന്നുള്ളത്. അതായത് നമുക്കിപ്പോൾ ഒരു പിക്ചർ കാണിച്ചിട്ട് ഈ പിക്ചർ മോള് കണ്ടില്ലേ, ഇതിൽ എന്തോ ആയി, എന്തിൻ്റെ പടമാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ കഥ എങ്ങനെ നിനക്ക് പറയാൻ പറ്റും, നിനക്കറിയാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ നീ ഒന്ന് ഇമാജിൻ ചെയ്ത് ഇതിൽ എന്തൊക്കെ ക്യാരക്ടറാണ് ഉള്ളതെന്ന്. ചിലപ്പോൾ ആമയും മുയലും, അല്ലെങ്കിൽ അതുപോലുള്ള കാർട്ടൂൺ കഥാപാത്രങ്ങൾ. അപ്പോൾ അവർ വളരെ ഭംഗിയായിട്ട് ആ പിക്ചർ കണ്ടിട്ട് അവർക്ക് എന്താണോ തോന്നുന്നത് അതുപോലുള്ള ഒരു കഥകൾ, അവരുടെ ഇമാജിനേഷനിൽ കഥകൾ വളരട്ടെ. നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ട, അവർക്ക് എന്താണ് പറയാനുള്ളത് അവർ പറയട്ടെ, അത് നമുക്ക് കേൾക്കാം. അങ്ങനെ നമുക്ക് അവരിലുള്ള ക്രിയേറ്റിവിറ്റി കൂട്ടാം. അല്ലെങ്കിൽ നമുക്കൊരു കഥ പറഞ്ഞു കൊടുത്തിട്ട് മോളെ ഈ കേട്ട കഥയിൽ ആ ക്ലൈമാക്സ് നിനക്കൊന്ന് മാറ്റി പറയാൻ പറ്റില്ലേ, നീ ഒന്ന് നോക്കിയേ എങ്ങനെയുണ്ട്, നിനക്കൊന്ന് മാറ്റാൻ പറ്റുമെന്ന്. ഇതല്ലാതെ ഈ കഥയ്ക്ക് ലാസ്റ്റ് എങ്ങനെ ഒരു ഹാപ്പി എൻഡിങ് കൊടുക്കാം, അല്ലെങ്കിൽ നല്ലൊരു ക്ലൈമാക്സ് കൊടുക്കാം, നീ ഒന്ന് പറഞ്ഞു തന്നെ. അപ്പോൾ അവർ ഒരുപാട് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കും. ഈ കേട്ടിരുന്ന കഥ അല്ലാതെ അവരുടെ ഭാഗത്തു നിന്ന് അതിലോട്ട് എന്ത് ക്ലൈമാക്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ അത് ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്നൊക്കെ അവർ ക്രിയേറ്റീവായിട്ട് ആലോചിക്കും. ഇതൊക്കെ ക്രിയേറ്റിവിറ്റി കൂട്ടാൻ വളരെ നല്ല മാർഗങ്ങളാണ്. അടുത്ത 8th പോയിന്റ് എന്ന് പറയുന്നത് കുടുംബ അന്തരീക്ഷം ആ ഒരു രീതിയിൽ ക്രിയേറ്റീവ് ആക്കുക എന്നുള്ളതാണ്. അതായത്
നമ്മളിപ്പോൾ കുഞ്ഞുങ്ങളെ ഓരോ കാര്യങ്ങളും ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ ഏൽപ്പിക്കുന്നതിനോടൊപ്പം അവർ ചെയ്യട്ടെ, അതിനോടൊപ്പം നമുക്കും അവരോടൊപ്പം കൂടാം. അവരെ ഒറ്റയ്ക്ക്, അതായത് എപ്പോഴും അവരെ മുറിയിൽ ഒരുമിച്ച് അല്ലെങ്കിൽ തനിച്ചിരുന്ന് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കാതെ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ ചേച്ചിക്കോ ചേട്ടനോ ഒക്കെ അവരോടൊപ്പം കൂട്ടുകൂടാം. അല്ലെങ്കിൽ അവർ ചെയ്യുന്നതിനോടൊപ്പം എന്താണ്, അവരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാം. എന്നിട്ട് നമ്മളൊക്കെ കുട്ടിക്കാലത്ത് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഇതുപോലൊരു കാര്യം തന്നാൽ അല്ലെങ്കിൽ ഇതുപോലൊരു ടോപ്പിക്ക് കിട്ടിയാൽ ഞങ്ങൾ എങ്ങനെയായിരുന്നു ചെയ്തിരുന്നതെന്നുള്ള അവരോട് ഷെയർ ചെയ്യാം. അപ്പോൾ അങ്ങനെയും നമുക്ക് അവരുടെ ക്രിയേറ്റിവിറ്റി കൂട്ടാം. കാരണം അവർ പഠിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ കേട്ടിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പാരൻസിന് പറഞ്ഞു കൊടുത്ത് അവരെ ഗൈഡ് ചെയ്യാൻ നമുക്ക് അത് പറ്റും. അതിന് ഒരുപാട് അവസരങ്ങളാണ് ഈ കിട്ടുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ എന്താണ് മോട്ടിവേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ ക്രിയേറ്റിവിറ്റി കൂട്ടാൻ വേണ്ടി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇനി 9th പോയിന്റ് എന്ന് പറയുന്നതാണ് ബുക്ക് റീഡിങ്. അതായത് ഇപ്പോൾ ഫിക്ഷൻസ് അല്ലെങ്കിൽ നോവൽസ് എന്നുള്ളത് ബുക്ക് റീഡിങ് ചെറിയ ഇപ്പോൾ കൊച്ചുകുട്ടികളാണെങ്കിൽ എന്താണ് സിമ്പിൾ ലാംഗ്വേജിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ബുക്സ് അവർക്ക് ആദ്യം വായിച്ച് കേൾപ്പിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അവരെ സ്വന്തമായിട്ട് വായിക്കാൻ വേണ്ടി എന്താണ് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നോവൽസ് ആകുമ്പോൾ കുറേ കഥാപാത്രങ്ങൾ കാണും, കുറേ ക്യാരക്ടേഴ്സ് കാണും. അപ്പോൾ ഓരോ ക്യാരക്ടേഴ്സും എന്താണ് അവരുടെ ഇമാജിനേഷനിൽ ഈ കഥാപാത്രം എങ്ങനെയായിരിക്കും. ഇപ്പോൾ ഒരു സിനിമ കാണുകയാണ് അല്ലെങ്കിൽ ഒരു കാർട്ടൂൺ കാണുകയാണെന്ന് പറയുമ്പോൾ അവർ അറ്റ് പ്രസൻറ്റ് ടി വിയിൽ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്കതിൽ വലുതായിട്ട് ഇമാജിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഒരു ബുക്ക് റീഡിംഗ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് ചോദിക്കാം ഇതിൽ എന്തൊക്കെ കഥാപാത്രങ്ങളുണ്ട്, അവരെങ്ങനെയൊക്കെ ആയിരിക്കും. ഒരു സിനിമ കാണുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ക്യാരക്ടർ നമുക്കറിയാം ആരാണ്, അതിലൊരു ക്യാരക്ടർ അവതരിപ്പിക്കുന്നുണ്ട്, അത് മോഹൻലാലാണ് അല്ലെങ്കിൽ മമ്മൂട്ടിയാണ്. ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കുഞ്ഞും അത് കാണുകയാണ്. പക്ഷേ അതേസമയം ഒരു ബുക്ക് റീഡിംഗ് ആകുമ്പോൾ അതിൽ കഥാപാത്രങ്ങൾ വായനയിലൂടെയാണ് എന്താണ് ആ കുഞ്ഞിൻ്റെ മനസ്സിലെത്തുന്നത്. അവൻ വായിച്ചാണ് ആ കഥാപാത്രങ്ങളെ കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ അത് എങ്ങനെയായിരിക്കും എന്ന് അവൻ ഇമാജിൻ ചെയ്യാൻ അവിടെ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ പ്രായത്തിലെ കുഞ്ഞുങ്ങളെ എന്താണ് ഫിക്ഷൻസ് വായിക്കാൻ, എന്താണ് അതുപോലുള്ള കാര്യങ്ങൾ വായിക്കാൻ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ 10th പോയിന്റ് എന്താണ്, ഒരു കുഞ്ഞിനെ നമ്മൾ അവൻ്റെ ഒരു എന്താണ് ബിൽഡ് സെൽഫ് എസ്റ്റീം എന്ന് പറയും. അല്ലെങ്കിൽ എന്താണ് അവനെ ഒരു ആത്മാഭിമാനം ഉള്ള ഒരു കുട്ടിയാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ കഥ അല്ലെങ്കിൽ പഴയ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ആൾക്കാരുടെ എന്തെങ്കിലും അതിൽ ഒരുപാട് അവർക്ക് മനസ്സിലാക്കാൻ എന്തെങ്കിലും ഉള്ള കഥകൾ അവരെ പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം അല്ലെങ്കിൽ ആത്മാഭിമാനം എന്നുള്ളത് എന്താണെന്ന് അവനെ പറഞ്ഞ് പഠിപ്പിക്കുക, മനസ്സിലാക്കുക. നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഫ്രീഡം കിട്ടി, ആ ഒരു സ്വാതന്ത്ര്യം എന്നുള്ളത് പണ്ട് ഒരുപാട് ആൾക്കാരുടെ കഷ്ടപ്പാടിൻ്റെ വിലയാണ് നമ്മളിപ്പോൾ ആരെയും പേടിക്കാതെ ഇത്ര സ്വാതന്ത്ര്യത്തോടെ നമ്മൾ ജീവിക്കുന്നതെന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ ഈ അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങളുടെയും ആ ഒരു വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മൂല്യം എന്താണെന്ന് കുഞ്ഞിന് മനസ്സിലാവും. അപ്പോഴവൻ അത് കുറച്ചുകൂടെ എന്താണ് അവൻ നല്ല എൻജോയ് ചെയ്ത്, അല്ലെങ്കിൽ അവന് വീണ്ടും അതിനെപ്പറ്റി തന്നെ കുറേ കൂടെ ക്രിയേറ്റീവായിട്ട് അറിയാനും അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാനും അതിൻ്റെ വീഡിയോസ് കാണാനും അല്ലെങ്കിൽ ആ സ്ഥലങ്ങളിൽ പോകണമെന്ന് അവനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കാൻ നമുക്കതിലൂടെ പറ്റും എന്നുള്ളതാണ്. അടുത്ത 9th പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, എല്ലാ കാര്യങ്ങളിലും ഒരു ഒറ്റയ്ക്ക്, അല്ലെങ്കിൽ നീ ഇപ്പം ഏകദേശമുള്ള എല്ലാ വീടുകളിലും മിക്കവാറും ഒരു കുട്ടിയൊക്കെ കാണുള്ളൂ. അപ്പോൾ അവന് ഷെയർ ചെയ്യാൻ അല്ലെങ്കിൽ അവന് കളിക്കാനൊന്നും ആരും കൂട്ടില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഹ്യൂമാനിറ്റി എന്നൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ എന്താണ് അത് ക്രിയേറ്റിവിറ്റിയുടെ ഒരു ഭാഗമാണ്. സ്വന്തമായിട്ട് അവൻ എന്ത് ചെയ്ത് അവൻ്റെ മനസ്സുകളിൽ, അവൻ്റെ തോട്ടിൽ, അവൻ്റെ എന്താണ് രീതികളിൽ എന്തൊക്കെ ഒരു പുതുമ കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ അവന് പുതിയതായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെയാണ് നമ്മൾ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്താണ്, ഹ്യൂമാനിറ്റിയാണ്, മനുഷ്യത്വം. നമ്മൾ മനുഷ്യരാണ്, മനുഷ്യത്വം എന്താണ് എന്ന് അവനെ പറഞ്ഞ് പഠിപ്പിക്കുക. എന്താണ് ഈ എബിലിറ്റി ടു ഷെയർ അതേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ മറ്റുള്ളവരുമായിട്ട് എല്ലാം ഷെയർ ചെയ്യാൻ, സന്തോഷമായാലും അല്ലെങ്കിൽ ഫുഡായാലും സ്നാക്സ് ആയാലും കുഞ്ഞു പ്രായത്തിലേ നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ, അതായത് ആ ഒരു നമ്മൾ സൊസൈറ്റിയിൽ ഒരു ഹ്യൂമൻ ബീയിങ് ആണ്, അല്ലെങ്കിൽ നമ്മൾ കൂട്ടായ്മയിലാണ് മനുഷ്യർ ജീവിക്കുന്നത് എന്നുള്ള പാഠം അവനെ പറഞ്ഞ് പഠിപ്പിക്കുക. അപ്പോൾ അവൻ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി കിട്ടിയാൽ അവൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ കുട്ടികളുണ്ടെങ്കിൽ അവരെ വിളിച്ച് അവരോട് ഡിസ്കസ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ക്രിയേറ്റീവായിട്ട് ചെയ്യാനുള്ള അവസരങ്ങൾ നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് 12th പോയിന്റ് എന്ന് പറയുന്നത് റോൾ പ്ലേ അല്ലെങ്കിൽ സോളോ പ്ലേ. നമ്മൾ എന്തെങ്കിലും ഒരു
ഒരു കഥ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളൊരു കാർട്ടൂൺ കാണിച്ചു കൊടുക്കുക, അതല്ലെങ്കിൽ ഒരു ഒരു ഫിലിം, എന്തെങ്കിലും ഒരു സാധനം കാണിച്ചു കൊടുത്തിട്ട് കുഞ്ഞിനോട് അതിലേതെങ്കിലും ഒരു ക്യാരക്ടറിൻ്റെ ഒരു ക്യാരക്ടർ ആക്ട് ചെയ്യാൻ വേണ്ടി കുഞ്ഞിനോട് പറയുക, അല്ലെങ്കിൽ അവനോട് അത് അവതരിപ്പിക്കാൻ പറയുക. കാരണം കുഞ്ഞ് എന്ന് പറയുന്നത് അവൻ അല്ലെങ്കിൽ അവൾ എന്ന് പറയുന്നത് അതൊരു പേഴ്സൺ അല്ലെങ്കിൽ അവനൊരു പേഴ്സണാലിറ്റി ഉണ്ട്. പക്ഷെ അതല്ലാതെ മോളെ മറ്റൊരു കഥാപാത്രമായി മാറുമ്പോൾ, അല്ലെങ്കിൽ ആ കഥാപാത്രം നീ ആയിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തേനെ, നീ എങ്ങനെ അത് സംസാരിച്ചേനെ, നീ എങ്ങനെ അത് ആക്ട് ചെയ്തേനെ, ഇങ്ങനെയുള്ള അവസരങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. അവർക്ക് ഇതൊക്കെ വളരെയധികം ഇഷ്ടമായിരിക്കും. പല കുട്ടികളിലും നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ പാരൻസിന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരുപാട് കഴിവുകൾ ഒളിഞ്ഞു കിടക്കുകയായിരിക്കും. അപ്പോൾ അവർക്ക് ഈ ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ നമ്മൾ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്താലേ, അല്ലെങ്കിൽ ഒരു സദസ്സാണ് മോളെ ഒരു പാട്ട് പാടുമോ ഇല്ലയോ, നമുക്ക് അത് കുഞ്ഞിന് എന്ത് കഴിവുണ്ടെന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയുക എന്നുള്ളതാണ്. അപ്പോൾ അവന് റോൾ പ്ലേ അല്ലെങ്കിൽ സോളോ പ്ലേ ഇതിനൊക്കെയുള്ള അവസരങ്ങൾ, അല്ലെങ്കിൽ കുഞ്ഞിനെ കൊണ്ട് ഇതൊക്കെ ഒന്ന് ചെയ്യിച്ച് നോക്കുക എന്നുള്ളതാണ്. പിന്നെ അടുത്ത 13th പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, പാരൻസ് എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും മിക്കവാറുള്ള പാരൻസ് ആണെങ്കിൽ കുഞ്ഞുങ്ങൾ വന്ന് അതിൻ്റെ ഇടയിൽ കയറുമ്പോൾ എന്ത് ചെയ്യും, ഇത് എൻ്റെ പണി ഞാൻ ചെയ്തോളാം, നീ ശല്യപ്പെടുത്താതെ നിന്റെ വഴിക്ക് പൊക്കോ, അല്ലെങ്കിൽ നീ നിന്റെ കാര്യങ്ങൾ ചെയ്തോ, നീ TV കണ്ടോ, നീ മൊബൈൽ, ഇങ്ങനെ പറയും. പക്ഷെ ഇങ്ങനെ അല്ല. നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ പാരൻസ് ചെയ്യുമ്പോഴും കുഞ്ഞ് കൂടെ വന്നാൽ എന്താണ്, ഇപ്പം അതിന് നല്ല കാര്യങ്ങൾ അവനെ പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും എന്താണ് കുഞ്ഞിനെ കൂടെ നമുക്ക് കൂടെ കൂട്ടാം. ഇപ്പം നമ്മൾ തുണി കഴിയുമ്പോൾ എനിക്കും തുണി കഴിയണം ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഏതെങ്കിലും ഒരു തുണിയോ അല്ലെങ്കിൽ ഒരു കഷ്ണം സോപ്പോ കൊടുത്താൽ എന്താണ് അവനെ നമുക്കത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം. കൊച്ചു കുഞ്ഞുങ്ങളാവുക, അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുമ്പോൾ അമ്മേ ഞാൻ മുറ്റം അടിക്കാം, അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ അവരോട് നോ പറയേണ്ട കാര്യമില്ല. അവരും കുഞ്ഞുങ്ങൾ നാളെ അവർ വളർന്ന് വലുതാവേണ്ട വ്യക്തികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിലൊക്കെ നമുക്ക് അവരെ ഒപ്പം കൂട്ടാം. കുഞ്ഞുനാളിലേ ഉള്ള ശീലം എന്താണ്, നമുക്ക് ആ ഒരു ശീലം നമുക്ക് കുഞ്ഞുനാളിലെ വളർത്തിയെടുക്കാൻ പറ്റി, അത് വളരെ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും മിക്കവാറും എല്ലാ കുഞ്ഞുങ്ങൾക്കും എന്താണ് അച്ഛനോ അമ്മയോ ആയിരിക്കും അവരുടെ റോൾ മോഡൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് അവരിൽ ക്രിയേറ്റിവിറ്റി കൂട്ടാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഓരോ കാര്യങ്ങൾ അല്ലെങ്കിൽ ഓരോ ടിപ്സും നാളേക്കുള്ള അവരുടെ ഫ്യൂച്ചറിൽ അവർക്കുള്ള ഒരു കരുതലായി തീരട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ് നമുക്ക് എല്ലാ കാര്യങ്ങളിലും കുഞ്ഞുങ്ങളെ വളരെ പോസിറ്റീവായിട്ട് അവരെ പ്രോത്സാഹിപ്പിച്ച് നമുക്ക് അവരോടൊപ്പം നിൽക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്സ് അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.